വാഹന സൗകര്യങ്ങളില്ലാത്തതുമൂലം അന്തിക്കാട് എക്സൈസിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. വാഹനസൗകര്യങ്ങളില്ലാത്തതുമൂലം അന്തിക്കാട് എക്സൈസിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. തൃശൂർ സർക്കിൾ പരിധിയിൽപ്പെട്ട അടാട്ട്, അരിമ്പൂർ, മണലൂർ, അന്തിക്കാട് എന്നിങ്ങനെ വിപുലമായ ഒരു പ്രദേശത്തിന്റെ ചുമതലയുള്ളതാണ് അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസ്. എന്നിട്ടുപോലും 1.5 വർഷമായി ഇവിടെ 3 ജീപ്പുകളും കട്ടപ്പുറത്താണ്. വാഹനസൗകര്യമില്ലാത്തതിനാൽ സർക്കാർ പ്രഖ്യാപിച്ച തണ്ടറിലും തൂഫാനിലും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇവർ പങ്കാളികളാകുന്നത്. അന്തിക്കാട് ഓഫീസിൽ നിന്നും 25 കിലോമീറ്റർ പിന്നിട്ട് വേണം അടാട്ടെത്താൻ. എക്സൈസിനെ സംബന്ധിച്ചാണെങ്കിൽ 13 വില്ലേജുകളുടെ പരിധി വരുന്നതാണ് ഈ എക്സൈസ് ഓഫീസ്. അവിടേക്ക് കേവലം 2 ബൈക്കിൽ ചെന്നെത്തി എത്രമാത്രം ഇത്തരത്തിലുള്ള സംവിധാനത്തെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെ നാശോന്മുഖമായി കിടക്കുന്ന ഈ ജീപ്പുകളൊക്കെ അതത് കാലഘട്ടത്തിൽ ലേലം ചെയ്ത് കിട്ടുന്ന തുക കൊണ്ട് മറ്റൊരു ജീപ്പ് വാങ്ങാനുള്ള സംവിധാനമൊക്കെ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെയും എക്സൈസ് ഓഫീസിൻ്റെയൊക്കെ മുന്നിൽ ധാരാളം വാഹനങ്ങൾ പിടിച്ചിട്ട് കിടക്ക് തുരുമ്പിടിച്ചു പോവുകയാണ്. അതൊക്കെ അതത് കാലഘട്ടത്തിൽ അതിദ്രുതം ലേലം ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ തുക കിട്ടുകയും ആ തുകയൊക്കെ ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നതിന് ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രത്യാശ. വളരെ അടിയന്തരമായിട്ട് ഇവിടേക്ക് ജീപ്പ് അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, കുറച്ചാളായിട്ട് അത് ഓടാണ്ടായി. ഇപ്പോൾ 3ഉം കട്ടപ്പുറത്ത് കിടക്കുകയാണ്. എന്തെങ്കിലും സംഭവങ്ങളുണ്ടായാൽ അവിടെ പോകാനുമുൾപ്പെടെ എക്സൈസിന്റെ കയ്യിലുള്ളത് 2 ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ്. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ ക്ലാസുകളിൽ അന്തിക്കാട് എക്സൈസ് വിഭാഗം വലിയ രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട്. അന്തിക്കാട്, ചേർപ്പ്, കോലഴി റേഞ്ചുകളിലും വാഹനങ്ങളില്ലാത്തതുമൂലം സമാന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്.